എല്ലാ യുദ്ധങ്ങളിലും അനീതിയുണ്ട്. ഈ അടുത്ത് യുദ്ധശ്രുതികൾ കുറച്ചധികമായി നാം കേൾക്കുന്നു. ലോക സംഘടനകളും മതനേതാക്കളും രാഷ്ട്രീയ തലവന്മാരും സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുന്നു എങ്കിലും അനീതി ലോകത്തിൽ നിന്ന് അകറ്റുവാൻ അവർക്ക് സാധിക്കുന്നില്ല, ഇനി സാധിക്കുകയുമില്ല. പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്നവയാണ്. അനീതിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നാം വസിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ടവർ നമുക്ക് ചുറ്റും നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കാം. ഈ ലോകത്തിൻ്റെ പരമോന്നത നീതിപീഠം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെള്ളസിംഹാസനമാണ് എന്ന് ഞാൻ പറയും. ലോക നീതിയേക്കാൾ ഒരുപാട് മുകളിൽ നീതിയുള്ള വിധി പുറപ്പെടുവിക്കുവാൻ ശക്തിയുള്ള കോടതിയാണ് അത്. അവിടുത്തെ വിധി എങ്ങനെയുള്ളതായിരിക്കും എന്ന് അറിയണമെങ്കിൽ വിധി പറയുന്ന ആളെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ചരിത്രത്തിലൂടെയും വിശുദ്ധ വേദപുസ്തക സത്യത്തിലൂടെയും നമുക്ക് പഠിക്കുവാൻ പാകത്തിന് ദൈവം കൽപ്പിച്ചിട്ടുള്ള ന്യായവിധികൾ നാം ശ്രദ്ധയോടെ പരിശോധിക്കുവാൻ തയ്യാറാവണം. നൽമൊഴികൾ സീസൺ 2-ൽ നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം കൽപ്പിച്ചിട്ടുള്ള ചില വിധികൾ ഈ സീസണിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് തയ്യാറാകാം.